ഇന്നൊരു ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 6 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ 7 വലിയ തക്കാളിയും പിന്നെ 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഒരു അളവിൽ വലിയ ജീരകം, പട്ടയും പൂവുമാണ്. നമുക്ക് കായം റെഡിയാക്കാനായിട്ട് ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ചൂടായി വന്നിട്ടുള്ള ഈ ഒരു സൺഫ്ലവർ ഓയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ടയും പൂവും പെരുംജീരകവും ചേർക്കുന്നത്. തന്നെ നമുക്കിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി. സവാള ഒന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം ഒരു ബ്രൗൺ കളറായതിന് ശേഷമാണ് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളി അതിലോട്ട് മിക്സ് ആക്കാൻ പോകുന്നത്. വന്നിട്ടുള്ള ഈ ഒരു അരപ്പിലോട്ട് ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് ഒരു 12 വെളുത്തുള്ളിയും പിന്നെ അതിനോടൊപ്പം തന്നെ 7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇനി ഈ അരപ്പും കൂടി നമ്മൾ ഈ ഒരു മിക്സിയിലോട്ട് ചേർത്ത് ഇളക്കാൻ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും കൂടി നമ്മൾ ഈ മിക്സിയിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വന്നിട്ടുള്ള ഈ ഒരു മിക്സിലോട്ട് ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ഒരു പേസ്റ്റ് ഇപ്പോൾ ചേർക്കാൻ പോവാണ്. ഇതിനോടൊപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് തൈരും കൂടി നമ്മളിതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിലോട്ട് ചേർക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ 1 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കാണുന്നൊരു ലീഫ് നമ്മൾ ഈ ഒരു മിക്സിലോട്ട് ചേർക്കുന്നുണ്ട്. അത് അത്യാവശ്യം ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനം. നമ്മുടെ കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ദം ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബിരിയാണി അരി നമ്മളിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3 മണിക്കൂർ ഇവിടെ ദം ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.